കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് അക്കൗണ്ടിങ് ടേംസിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വൗച്ചർ, ബിസിനസ് ട്രാൻസാക്ഷന്, അക്കൗണ്ട്, ഗെയിൻ, ഈ 4 കാറ്റഗറിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം ഇന്ന് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. A business transaction is an economic activity of business that changes its financial position. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിക്കിൻ്റെ ഒരു ആക്ടിവിറ്റി, അതായത് പൈസയുടെ ഒരു സംഭവമാണ് നടക്കുന്നത്. സോ അതിൽ വന്നിട്ട് നമുക്ക് കുറേ ചേഞ്ചസ് കൊണ്ടുവരും. ഫിനാൻഷ്യൽ പൊസിഷൻ തന്നെ നമ്മുടെ മാറും. ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാവുന്ന എമൗണ്ട് ആയിരിക്കത്തില്ല അവസാനം വരുമ്പോഴത്തേക്കും, നമുക്കത് കൂട്ടിയും കുറഞ്ഞും ഒക്കെ വരും. അത് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അക്കൗണ്ട്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ it is a record of all business transaction relating to a particular person or item. It is a T-shaped performer. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അക്കൗണ്ട്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. അത് പേഴ്സൺ ടു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ സാധനങ്ങളാവാം, എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് കറക്റ്റായിട്ട് ക്ലിയർ ആക്കിയിട്ട് വെക്കുക. അതിനെയാണ് നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മോണിറ്ററി ബെനിഫിറ്റ് റിസൾട്ടിങ് ഫ്രം ഈവൻറ്റ്സ് ഓർ മോണിറ്ററി എന്ന് വെച്ചാൽ പണം സമ്പാദിച്ചു കാര്യങ്ങൾ എന്ന് വെച്ചാൽ പണത്തിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ബെനിഫിറ്റ് കിട്ടും നമുക്ക്. അപ്പോൾ ഗെയിൻസ് നമുക്കൊരു പണമാണല്ലോ, അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും നമുക്ക്. അപ്പോൾ ആ റിസൾട്ട് വന്നിട്ട് ഫോംസ് ഈവൻറ്റ്സ് ഓർ ട്രാൻസാക്ഷനാണ് ഫോം ചെയ്യുന്നത്, വിച്ച് ആർ ഇൻസിഡൻ്റൽ ടു ബിസിനസ് ലൈക്ക് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ് അസെറ്റ്. അതായത് നമുക്ക് പെട്ടെന്നൊക്കെ കിട്ടുന്നതാണ് ഗെയിൻ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഇപ്പോൾ ഫിക്സ് അസെറ്റിൽ നമ്മളത് സെയിൽ ചെയ്തപ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കിട്ടുന്നതിനെയാണ് നമ്മളപ്പോൾ ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി. ഇനി അടുത്തത് പ്രതീക്ഷിക്കാതെ കിട്ടുന്നതാണ്. ഓക്കെ, വൗച്ചർ. എ വൗച്ചർ ഈസ് റിട്ടേൺ ഡോക്യുമെൻ്റ്. അത് വേണ്ടി റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്, which is created in support of a particular transaction. നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ വൗച്ചർ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് മേ ബി ഇൻ ദി ഫോം ഓഫ് ക്യാഷ് മെമ്മോ. ചിലപ്പോൾ അത് ഇപ്പോൾ ക്യാഷ് കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ടുള്ള മെമ്മോ പോലെ നമ്മൾ എഴുതും, അല്ലെങ്കിൽ ഇൻവോയ്സ് ആക്കും, അല്ലെങ്കിൽ റെസിപ്റ്റ്. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണെങ്കിൽ റെസിപ്റ്റ് നമ്മൾ എഴുതും. വൗച്ചർ ഈസ് നെസസറി കോമ്പണൻസ് ഓഫ് ഓഡിറ്റിംഗ്. എന്ന് വെച്ചാൽ വൗച്ചർ ഓഡിറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എന്ത് സാധനം മേടിച്ചു എന്നുള്ള പ്രൂഫാണ് വൗച്ചർ വരുന്നത്. നമ്മളത് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തോ ആണോ നമ്മൾ എഴുതി വെക്കണം, എന്തോ ആയാലും നമ്മൾ വൗച്ചർ ഇട്ട് വെക്കണം. ആ വൗച്ചർ നോക്കിയിട്ടാണ് നമ്മുടെ ട്രാൻസാക്ഷൻസൊക്കെ കറക്റ്റായിട്ട് ടാലിയായിട്ട് പോകുന്നത്. ഓഡിറ്റിങ്ങിന് വരുമ്പോഴത്തേക്കും ഓഡിറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഡിറ്റ് ചെയ്യാനായിട്ട് കമ്പനിയിൽ വരുമ്പോഴത്തേക്കും അവർ ഓരോ വൗച്ചറും ഓരോ എൻട്രിയും ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് വൗച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ 4 ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ക്ലാസ്സുകളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ബേസ് ആണല്ലോ, ഇത് നിങ്ങൾ തറവായിട്ട് അറിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് നിങ്ങൾക്ക് വലിയ ഇതൊക്കെ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ മോട്ടിവേഷണൽ, സ്പോക്കൺ ഇംഗ്ലീഷും ഗ്രാമറിൻ്റെ ക്ലാസ്സുകളൊക്കെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ അപ്പോൾ അതിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ എൻ്റെ ഈ ചാനൽ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അവരോടൊക്കെയും കൂടി ഒന്ന് പറയുക ഇങ്ങനെയൊക്കെ ഒരു ചാനലൊക്കെ ഉണ്ടെന്നും
അപ്പോൾ ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോസൊക്കെയാണെന്നും. സോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് അക്കൗണ്ടിങ് ടേംസിൻ്റെ 6ാമത്തെ ക്ലാസ് ആണല്ലോ. സോ അപ്പോൾ നിങ്ങൾക്ക് മുന്നത്തെ 5 ക്ലാസ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.